ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ ഉഴുന്ന് വടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കരിവേപ്പ്, ഇഞ്ചി, ഉള്ളി അരിഞ്ഞ് കുഴച്ച് വെച്ചതാണ്. എൻ്റെ എണ്ണ ചൂടായപ്പം കയ്യിൽ കുറച്ചെടുത്തിട്ട് നടുവിലൊരു തുള ഇട്ടിട്ട്, പക്ഷെ വടയുടെ ഷേപ്പൊന്നും കിട്ടണില്ല. എന്നാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്ന മാവ് ഇത്തിരി ലൂസായി പോയി. പക്ഷേ കുറച്ച് അരിപ്പൊടി ഇട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല. അതിന് തുള ഒന്നും കാണാനില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഉഴുന്നുവടയും ചമ്മന്തിയും സാമ്പാറും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തതാണ്. ഫസ്റ്റ് ടൈമാണേ. ഇനി അത് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ എണ്ണ ചൂടായതിലേക്ക് കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് മാവെടുത്ത് ഒരു തുള ഇട്ടിട്ട് എണ്ണയിൽ അതിലിട്ടെടുത്തു. ഇനി ഇത് നമ്മൾ തിരിച്ചു മറിച്ച് ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കണേ. ഹൈ ഫ്ലെയിം ആവുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു സൈഡ് വേവുന്ന ടൈം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതൊന്ന് മറിച്ച് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അത് ബ്രൗൺ കളറാവണ വരെ ഉള്ളിലത്തെ ഉഴുന്നൊക്കെ വേവണം. അതുവരെ അതൊന്ന് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മക്കളെ പൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം. സിമ്പിൾ റെസിപ്പിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തോ സിമ്പിൾ റെസിപ്പി എന്ന്, ഞാനത് ട്രൈ ചെയ്യാം. അപ്പോൾ ഏകദേശം വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചമ്മന്തി, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്നിന് ഞാൻ പറഞ്ഞില്ല, ഒരു വടക്ക് തുളയില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് തിന്നാലോ. അപ്പോൾ ഞാൻ വടയൊക്കെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചമ്മന്തിയുടെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനത് ചൂടോടുക്കെ പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ചമ്മന്തി ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് സാമ്പാറായതുകൊണ്ട് വടയിലേക്ക് നമുക്ക് സാമ്പാറും എടുക്കാം. അപ്പം എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു 2 ബാച്ച് മാത്രമേ പൊരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം വെറുതെ ഇത് ചൂടോടുക്കെ തിന്നുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാലും മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്പം തന്നെ ചുട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉഴുന്നുവട ഫൈനൽ സ്റ്റേജിലായി. ഇനി നമുക്കത് കോരിയെടുക്കാനുള്ള ടൈം കുറച്ചും കൂടെ ടൈമുണ്ട്. കാരണം നമുക്ക് പുറത്ത് ചിലപ്പോൾ നെരിഞ്ഞെന്ന് കണ്ടാലും ഉള്ളിൽ വേവില്ല. ആ വേവണ ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഉഴുന്നുവട ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഉഴുന്ന് രാവിലെ വെള്ളത്തിലിടണം, പിന്നെ അത് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെ കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പം വട ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.